ഒരു വരി ഈ ഖുർആനകത്തെ നാട്ടുകാർക്ക് കൊള്ളാൻ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി. വിശുദ്ധമായ ഖുർആനിലെ നാലായത്തുകളുണ്ട്. ഈ നാലായത്തിലൂടെ അതിഥികളെ എങ്ങനെ സൽക്കരിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. കേട്ടോ, ഖുർആനിൽ ഏതെങ്കിലും ഒരു നന്മയുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ പറയുന്നതെന്ന് ചോദിക്കുന്ന മൈത്രീനെ പോലുള്ളവർക്കൊക്കെ ഒരു ഗുണപാഠമാണിത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസു ലൈഫി ഇബ്രാഹീമൽ മുക്റമീൻ ഇദ് ദഖലൂ അലൈഹി ഫഖാലൂ സലാമാ ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ فراء إلى أهله فجاء بعجل سمين فقربه إليهم قال ألا تأكلون. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രവാചകരോട് ചോദിക്കുകയാണ്, അല്ലാതാക ഹദീസ് ലൈഫ് ഇബ്രാഹീമൽ മുക്റമീൻ. നബിയെ, വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ആദരിക്കപ്പെട്ടതായ മാന്യമായ മഹാനായ ഇബ്രാഹിം നബിയുടെ അതിഥിയുടെ വർത്തമാനം അങ്ങേക്ക് ലഭിച്ചോ നബിയേ എന്ന് ചോദിച്ചതിന് ശേഷമുണ്ടല്ലോ പ്രിയമുള്ളവരെ, ആ സംഭവങ്ങൾ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അറിയിച്ചു കൊടുക്കുകയാ. എന്താണെന്നറിയുമോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ഒരു വിഭാഗം മലക്കുകളുണ്ടല്ലോ അതിഥികളായി കടന്നു വരികയാ. അവര് അതിഥികളല്ലായിരുന്നു, അതിഥികളായിട്ട് തോന്നിയതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. അങ്ങനെയുണ്ടല്ലോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു ജ്ഞാനിയായ ഒരു മകനെയുണ്ടല്ലോ ജീവിതത്തിലേക്ക് അല്ലാഹു സമ്മാനിക്കുന്നു എന്ന സന്തോഷ വാർത്തയുണ്ടല്ലോ അറിയിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം മലക്കുകളുണ്ടല്ലോ മനുഷ്യരൂപത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നതാ. അങ്ങനെ അവര് കടന്നു വരികയാണ്. ഇത് ദഖലൂ അലൈഹി ഫഖാലൂ സലാമാ. അതായത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് അവര് കടന്നു വന്നിട്ട് ഫഖാലൂ സലാമാ അവരോട് സലാം പറയുകയാണ്. അതായത് അവര് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സലാം പറയുകയാ. കാലയുണ്ടല്ലോ, അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് സലാം അടക്കുകയാണ്. ഖൗമുൻ മുൻകറൂൻ, ഇത് അപരിചിതരായ ആളുകളാണല്ലോ എന്ന് പെട്ടെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാ. അപ്പോൾ ഒന്നും ചിന്തിച്ചില്ല, നേരെയുണ്ടല്ലോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ഓടുകയാ. എന്നിട്ടുണ്ടല്ലോ നല്ല തടിച്ച ഒരു കാളക്കുട്ടിയെ ഉണ്ടല്ലോ, തടിച്ച ഒരു പശുക്കുട്ടിയെ വേവിച്ചുകൊണ്ട് തിരികെ വരികയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്നിട്ട് അതിഥികളായി വന്നിരിക്കുന്ന ആ മലക്കുകളുടെ മുമ്പിലേക്ക് അതിഥികളുടെ മുമ്പിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഭക്ഷണത്തിലേക്ക് ഉണ്ടല്ലോ അവിടുന്ന് അടുപ്പിക്കുകയാ. ഇലേക്കും അവരിലേക്ക് അടുപ്പിക്കുകയാ. എന്നിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് പറയുകയാ, അലാ തഅകുലൂൻ, നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മലക്കുകളോട് ചോദിക്കുകയാ. അപ്പൊ അവരതിൽ കുറച്ച് വിസമ്മതിച്ചു. അപ്പൊ പെട്ടെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു ചെറിയൊരു തോന്നൽ, ഇവര് മനുഷ്യരല്ല മലക്കുകളാണ് എന്ന് പിടുത്തം കിട്ടി. അപ്പൊ നിങ്ങൾ അപ്പൊ പെട്ടെന്ന് ആ ഭക്ഷണം ഇങ്ങനെ തളിയെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ മലക്കുകളാണ്, അങ്ങേക്ക് ഒരു ജ്ഞാനിയായ ഒരു മകനെ അള്ളാഹു നൽകാൻ പോകുന്നെന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് നബിയെ എന്ന് പറഞ്ഞു. മനുഷ്യരൂപം എടുത്ത് വന്ന മലക്കുകളായിരുന്നു. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തെറ്റിദ്ധരിച്ചു പോയതാണ്. ആ വർത്തമാനം വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ്. ഈ നാലായത്തിലൂടെ സഹോദരങ്ങൾ അതിഥികളെ എങ്ങനെ ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിഥികൾ ആതിഥേയനോടും ആ വീട്ടുകാരോട് കാണിക്കേണ്ട ഒരു മര്യാദയും പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു ഭവനത്തിലേക്ക് നമ്മൾ അതിഥിയായി കടന്നു ചെല്ലുമ്പോൾ അവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ചെന്നിട്ട് സലാം പറയണം അവരോട്.
മനസ്സിലായോ? എന്നിട്ട് ആ ഭവനത്തിൽ നിന്നുള്ളിലുള്ള ഒരാള് ഇറങ്ങി വന്നതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ അകത്തേക്ക് കടക്കണം. അപ്പൊ ആ ഇറങ്ങി വരുന്ന ആതിഥേയൻ അതിഥികൾക്ക് സലാം അടക്കണം. എന്നിട്ട് അവരെ നല്ല രീതിയിൽ സന്തോഷപൂർവ്വം അവരെ ഭവനത്തിലേക്ക് അകത്തേക്ക് കൊണ്ടുപോയിട്ട് വിശേഷണങ്ങളൊക്കെ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടെ പ്രാധാന്യം എന്താണെന്നറിയുമോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ ചെയ്തത് എന്താണ്? നേരെ തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ഓടിയിട്ട് അവിടുന്ന് ഭക്ഷണം കൊണ്ടുവരികയാണ്. ചില അതിഥികൾ വന്നിട്ട് പറയാം, ഞങ്ങൾ കഴിച്ചാൽ ഒന്നും എടുക്കാം. അങ്ങനെയല്ല, നിന്റെ ഭവനത്തിലേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ, അത് ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ശരി, ഏത് മതക്കാരനും മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, ആര് വന്നാലും നിന്റെ ഭവനത്തിലേക്ക് നിന്റെ ശത്രുക്കൾ പോലും വന്നാൽ എന്ത് ചെയ്യണം? ആദ്യം നീ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ നീ അവരെ മടക്കി അയക്കരുതെന്ന് വിശുദ്ധമായി ഖുർആൻ ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവർ നമ്മുടെ ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ അവർ കഴിച്ചു എന്നൊക്കെ അവർ പറയും. പക്ഷെ അങ്ങനെയല്ല, നേരെ ഭക്ഷണം എടുത്ത് വെള്ളം എടുത്ത് അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഭക്ഷണം കഴിച്ച് അവർ ക്ഷീണം മാറിയെന്ന് തോന്നിയതിന് ശേഷം എന്ത് ചെയ്യണം? മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ അവരോട് പറഞ്ഞ സന്ദർഭം, നിങ്ങൾ കഴിക്കുന്നില്ലേ എന്ന്, അവർ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കണം സഹോദരങ്ങളെ, എന്താണെന്നറിയോ? എന്നിട്ട് അവരുടെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് അവരുടെ ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞ് എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ നമ്മൾ അവരോട് വിശേഷങ്ങൾ ചോദിക്കണം. എന്തുണ്ട് വിശേഷം, എന്താണ് നിങ്ങൾ വന്നത്, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവരെന്തിനാണ് വന്നത്, എന്താണ് കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ ചോദിച്ച് അവിടെ നിങ്ങൾ സംസാരം തുടങ്ങുക. അല്ലാതെ വന്നുടനെ എന്താ അങ്ങനെയല്ല. അവർക്ക് ക്ഷീണം മാറുന്ന രീതിയിൽ അവർ വിശ്രമിച്ചൊക്കെ കഴിയുമ്പോഴേ എന്ത് ചെയ്യാവുള്ളൂ? നമ്മൾ അവരോട് സംസാരിക്കാവുള്ളൂ. ഇത് വലിയൊരു സൈക്കോളജി കൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണം ഒരു ദൂരത്തു നിന്ന് വരുന്ന ഒരു മനുഷ്യന് അവൻ ചിലപ്പോൾ ശാരീരികമായ ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ കാണും. അവർക്ക് ഒന്ന് ഇച്ചിരി വിശ്രമിച്ചതിന് ശേഷം ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ആ സംസാരം തന്നെ ചിലപ്പോൾ ശരിയാവുകയുള്ളൂ. ചില ആളുകളുണ്ട് ശരീരത്തിൽ ഉറക്ക ക്ഷീണമൊക്കെ നിന്ന് കഴിഞ്ഞാൽ സംസാരിക്കാൻ ഭയങ്കര സംസാരിക്കുമ്പോൾ കുഴ ഇരിക്കും. പിന്നെ സംസാരിക്കുന്നത് എന്താണ്, അവർ ഉദ്ദേശിക്കുന്ന കാര്യം അവർ നാവിൽ നിന്ന് വരാത്തൊരവസ്ഥ വരും. ഇതൊക്കെ വിശുദ്ധമായ ഖുർആൻ നമ്മെ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നത്. ആഴത്തിൽ നമ്മൾ ചിന്തിച്ചിറങ്ങണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതുപോലുള്ള മാനവികതയാണ് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ടാണ് ചില ആളുകൾ പറയുന്നത്,